നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. The best treatment for a 30-year-old man with a displaced intra-articular fracture. The best treatment is anatomical reduction and rigid internal fixation to facilitate early movement to avoid stiffness. നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ, KM ചെറിയാൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഈ അടുത്ത 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ അദ്ദേഹത്തിന് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അത് 1 മില്യണിലധികം ആൾക്കാർ കാണുകയും പലരും അത് ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു, വളരെ മോശം കമൻറ്റുകളും ഉൾപ്പെടെ. എന്നിട്ട് അതിൽ ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർമാരെ പലരും ടാഗ് ചെയ്യുകയും അവരുടെ പേഴ്സണൽ ഇൻബോക്സിലോട്ട് പലരും മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോഴാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ജനങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എപ്പോഴും ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആരും തിരക്കുന്നില്ല. ഈ വ്യക്തിയോട് ഉള്ള അദ്ദേഹത്തിനോട് ഒരു അനുകമ്പയും അനുഭാവവും പ്രകടിപ്പിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ഇത്രയും അതിശയപരമായിട്ടുള്ള കമൻറ്റുകൾ ഇടാൻ പൊതുജനം വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്ക് അത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ട് വരാവുന്ന അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും അവരുടെ റീച്ചും ലൈക്കും കൂട്ടാനും വേണ്ടി സമീപകാലങ്ങളിൽ ആൾക്കാർ കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾ കൊണ്ട് പല ജീവിതം വരെ നഷ്ടപ്പെട്ടത് ആയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി. ഇതിലെ ഒരു വിക്ടിം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആരും അറിയുന്നില്ല. ഇതൊരു വിക്ടിം, ഒരാളെ പ്രത്യേകിച്ച് ഇതിനകത്ത് അദ്ദേഹം ഒരു 35 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഡോക്ടറെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ടാഗ് ചെയ്ത് അദ്ദേഹത്തിനെ വളരെ പേഴ്സണലായിട്ട് തന്നെ അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതുണ്ടായിട്ട്. അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക വിഷമമോ അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. അപ്പോൾ ഇത് സത്യസന്ധമായിട്ട് എന്താണ് നടന്നതെന്ന് നിങ്ങളെല്ലാവരും അറിയണം. ഇതിൽ പറയുന്ന വ്യക്തി ഷിഹാസ് എന്ന് പറയുന്ന വ്യക്തി 3/3/2026 ഒരു വാഹന അപകടത്തെ തുടർന്ന് KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ വരികയും അദ്ദേഹത്തിന് എൻ്റെ ജൂനിയർ കോളീഗ് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ആ ഫ്രാക്ചർ എന്തോന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ രോഗിയോട് ഈ ഫ്രാക്ചറിൻ്റെ സവിശേഷത പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലിംഗ് ആയിരുന്നു, ഈ പേഷ്യൻ്റ് വില്ലിംഗ് ആയിരുന്നു. അതിനുശേഷം CT സ്കാൻ എടുത്തു. CT സ്കാനിനകത്തെ ഈ ഫ്രാക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്രാക്ചർ എന്തൊക്കെയാണ് ഫ്രാക്ചർ കയ്യിൽ സംഭവിച്ചിരിക്കുന്നത്, അതിൽ എത്രത്തോളം ആ ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പം ഇദ്ദേഹം ചെറുപ്പമാണ്, 30 വയസ്സേ ഉള്ളൂ, അപ്പോൾ ഇതിൽ പ്ലാസ്റ്റർ ഇട്ടാൽ വരാവുന്ന ഭവിഷ്യത്തുകൾ, ഇത് സർജറി ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എല്ലാത്തിനും അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഇതിൻ്റെ സർജറിയുടെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് കോസ്റ്റ് കൗൺസിലിങ്ങിന് അദ്ദേഹത്തിനെ വിടുകയും തുടർന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് വളരെ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുകയാണ്, വെള്ളിയാഴ്ച തൊട്ട് ഞാൻ വേറെ ഒരു മീഡിയയിലോട്ട് മാറുകയാണ്, എനിക്ക് പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റിയല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി എക്സ്റേയും ബാക്കിയുള്ളതും കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരെ അദ്ദേഹം ഒരു പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത്. ഇതൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം, കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറിയാണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇദ്ദേഹം റീലിൽ പറയുന്ന സംഭവങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്.
അദ്ദേഹത്തിൻ്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്നിടത്ത് ഒരു മിന്നായം പോലെ മിന്നിമറയുന്ന ആ എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ അസ്ഥിരോഗത്തെക്കുറിച്ച് വിവരമുള്ള ആൾ പോലും വേണ്ട, ഒരു 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 സാധാരണ മനുഷ്യന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു നോർമൽ അല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഫിലിം അദ്ദേഹം കാണിക്കുന്നതിൽ ഒരു CD കാണിക്കുന്നത്. CD കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ക്വാളിഫൈഡ് റേഡിയോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നിരിക്കുന്ന നമ്മുടെ കൈക്കുഴ, റിസ്റ്റ് ജോയിൻറ്റിൻ്റെ കുഴയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന അസ്ഥിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടെന്നാണ്. 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം കാണിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് സർജറി വേണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞെട്ടി തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. വേറെ ഒരു ഡോക്ടറെയും കാണിച്ചു, ആ ഡോക്ടർ ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഡോക്ടർമാർ ഞെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, ഇതിലൊരു സ്ക്രാച്ച് ഉള്ളതെന്ന് പറഞ്ഞു. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമേ, ഓർത്തോപെഡിക്സിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല, അത് പറഞ്ഞ ഡോക്ടർ ആയിരിക്കത്തില്ല, ഇദ്ദേഹത്തിന് തോന്നിയൊരു ഐഡിയ ആയിരിക്കും ഈ സ്ക്രാച്ച് എന്നുള്ള വാക്ക്. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിനെ നമ്മളൊരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സ്ക്രാച്ചിന് എനിക്ക് കൊടുക്കാൻ തോന്നിയ ഒരു നിർവചനം അങ്ങനെയാണ്, ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ ആണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റർ ആവശ്യമാണ്. ഇദ്ദേഹത്തിന് റീൽ ചെയ്തേക്കുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാലറിയാം, അദ്ദേഹം കയ്യിലൊരു ബാൻഡേജ് മാത്രം ചുറ്റിയിട്ടാണ് പറഞ്ഞത്. 3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ഡോക്ടർ 3 ടാബ്ലറ്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഈ എക്സ്റേ വേറെ ഒരു ഡോക്ടറെ കാണിച്ചു, പുള്ളി ഞെട്ടിയെന്നാണ് പറയുന്നത്. ഞെട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ടില്ല, പുള്ളി ഞെട്ടി എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് ഞെട്ടി പ്രതികരിച്ച ജനങ്ങളോടും അദ്ദേഹത്തിൻ്റെ എക്സ്റേ കണ്ട് ഞെട്ടിയ ഡോക്ടർമാരോടും പിന്നെ പൊതുവായിട്ടുള്ളൊരു വിവരത്തിനും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് പൊട്ടലിൻ്റെ വര, അല്ലെങ്കിൽ പൊട്ടൽ നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് നീങ്ങി അത് ജോയിൻറ്റിനുള്ളിലൂടെയാണ് ആ പൊട്ടലിൻ്റെ വര കടന്നു പോകുന്നതെങ്കിലാണ് അതിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ എക്സ്റേയിലും CTയിലുമുള്ള ഫൈൻഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയും. അതായത് പൊട്ടൽ ജോയിൻറ്റിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ പൊട്ടലിൻ്റെ വര ജോയിൻറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ആ പൊട്ടിയ ഒരു ഭാഗം നമുക്ക് കൈക്കൊടിയിൽ 2 ജോയിൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ റേഡിയോ കാർപ്പൽ ജോയിൻ്റ് എന്ന് പറയുന്നത് റേഡിയസും നമ്മുടെ കയ്യിലെ ചെറിയ അസ്ഥികളും കൂടെയുള്ള ജോയിൻറ്റ്, രണ്ടാമത്തേത് റേഡിയസും അൾനയും തമ്മിലുള്ള ജോയിൻറ്റ്. ഈ 2 ജോയിൻറ്റിലും ഇൻവോൾവ് ആണ്. ഒരു പീസ് അതിൽ നിന്ന് നടന്നു മാറിയാണ് ഇരിക്കുന്നത്. അപ്പം ലോകത്തെല്ലായിടത്തും ഇതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ, അനാറ്റമിക്കൽ റിഡക്ഷൻ ആൻഡ് റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. അതാണ് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജോയിൻറ്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതല്ലാതെ ഇതിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇത് കണ്ട അദ്ദേഹം ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഞെട്ടിയെന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഞെട്ടിയത് എന്ന് എനിക്ക് ഇതിനകത്തൊന്നും ഒട്ടും മനസ്സിലാകുന്നില്ല. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ജൂനിയർ കൊളീഗ് പറഞ്ഞ റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ ആഫ്റ്റർ അച്ചീവിങ് ആൻ അനാറ്റമിക്കൽ റിഡക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റിക്കോ, 3 ആഴ്ച കൃത്യം 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഷിഹാസിൻ്റെ കൈ പഴയതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ലോകത്തെങ്ങുമില്ല. ഒരു ചെറിയ ക്രാക്ക്, അദ്ദേഹം പറയുന്ന സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ക്രാക്ക് ആണെങ്കിൽ പോലും പ്ലാസ്റ്റർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ബാൻഡേജ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. പിന്നെ ഈ കേട്ടോണ്ട് ഷിഹാസ് ഇത് കേൾക്കുകയാണെങ്കിൽ ഷിഹാസിനും പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങളുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയണം. ഇത്തരം ഇൻട്രാർട്ടിക്കുലർ ഫ്രാക്ചേഴ്സിനെ നിങ്ങൾ ഇതേപോലെ ലോകത്തെങ്ങും ഇല്ലാത്തുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു സ്റ്റേബിൾ ഫ്രാക്ചർ അല്ല. ആ പീസ് ഒരിക്കലും അവിടെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനോ ശരിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ അത് മാറി അത് ആ ജോയിൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ലൂണേറ്റ് എന്ന് പറയുന്ന ബോണും പകുതി പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ആ പൊസിഷൻ അക്സെപ്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ കൈകൊണ്ടോ വല്ലതും വലിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് നമ്മളതിനെ പിടിച്ചിടുകയാണെങ്കിൽ പോലും അതവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇളകി പോരാതിരിക്കാനായിട്ട് അതിനെ ഒരു ടൈറ്റാനിയം പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഫിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക്
അത് ഊരിപ്പോരത്തില്ല 100% ഉറപ്പുണ്ട്. അതിനെ 100% അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ, അത് എങ്ങനെയാണോ ഇരുന്നിട്ട് ആ പൊസിഷനിലോട്ട് തിരിച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റർ നീര് കുറയുന്നിടം വരെയോ അല്ലെന്നുണ്ടെങ്കിൽ വേദന മാറുന്നിടം വരെയോ പ്ലാസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കൈ അനക്കാം. കൈ അനക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം? നിങ്ങൾക്ക് മസിൽ ലോസ് വരികയില്ല, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് വരത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാം. അതുകൊണ്ടാണ് ഇത്തരം ഫ്രാക്ചേഴ്സിന് സർജിക്കൽ കറക്ഷനാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടർ എൻ്റെ ജൂനിയർ കൊളീഗ് നിങ്ങളെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ റീലിട്ട മിസ്റ്റർ ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു സ്ക്രാച്ച്. അപ്പം ആ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു അൺഡിസ്പ്ലേസ്ഡ് ഒരു കോർട്ടിക്കൽ ക്രാക്ക് അഥവാ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ആണെന്നാണ്. അപ്പോൾ ആ ഒരു അൺഡിസ്പ്ലേസ്ഡ് കോർട്ടിക്കൽ ക്രാക്ക് അല്ലെങ്കിൽ ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ, അല്ല ഇതിൽ ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ അലിഗേഷൻ, ഇത്തരം കണ്ടീഷനുകളിൽ അതേപോലത്തെ ഇത്തരം ഫ്രാക്ചറുകളിൽ CT സ്കാൻ ഒരു അനാവശ്യ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളെ കൊണ്ട് CT എടുപ്പിച്ച് 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ബില്ലായി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ CT സ്കാൻ ഒരു എസെൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ CT സ്കാനിലൂടെ മാത്രമേ ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റോ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഇത് അല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. 3, ഇത്തരം ഫ്രാക്ചറുകളിൽ സർജറിയാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയുന്നു. ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ എ 30-year-old മാൻ വിത്ത് എ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ-ആർട്ടിക്കുലർ ഫ്രാക്ചർ, the best treatment is anatomical reduction and rigid internal fixation to facilitate early movement to avoid stiffness ആണെന്ന് ഞാൻ പറയുന്നു. ഇതല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. ഇതിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ചാണ്. ഷിഹാസിന് മാത്രമല്ല, ഷിഹാസിൻ്റെ നോട് അനുദപിച്ച് കമൻ്റ് ഇട്ട് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിൽ ഒന്നും പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും.